നമസ്കാരം. ഞാൻ ജനദേവൻ പാലക്കാട് നിന്ന്. ഞാൻ ഇന്ന് പറയാൻ പോണത് നമ്മുടെ ഈ ഹിന്ദുവിൻ്റെ ദേവതാ സങ്കല്പങ്ങളും ദൈവീക സങ്കല്പങ്ങളെല്ലാം പ്രകൃതിയുമായിട്ട് വളരെ ഇണങ്ങി യോജിക്കുന്ന രീതിയിലാണ്. പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം പോലെയാണ് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ സരസ്വതി ദേവി നമ്മളെല്ലാം വിദ്യയുടെ കാരകനായിട്ടും വിദ്യയ്ക്ക് അഭിവൃദ്ധിക്കും ഒക്കെ തരുന്ന ഒരാളായിട്ടാണ് സരസ്വതിയെ നമ്മൾ സങ്കല്പിക്കുന്നത്. ഈ സരസ്വതി ദേവി ഓരോ മനുഷ്യനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഞാനീ പറയുന്നതൊക്കെ എൻ്റെ ആത്മീയ ജീവിതം കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളാട്ടോ. അല്ലാതെ വേറെ ഇതിനെക്കുറിച്ച് വേറെ ആൾക്കാരെ എന്തും പറഞ്ഞാലും എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം. എന്തായാലും സരസ്വതി എന്നുള്ള സങ്കല്പം ശരിക്ക് മനുഷ്യൻ്റെ ശരീരത്തിൽ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി, അതായത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന മൂലാധാരം എന്ന് പറയുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞ മലദ്വാരം മുതൽ നിർഗന്ധല വരെയുള്ള ഒരു PVC പൈപ്പ് സെൻട്രൽ കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമോ അതുപോലെയുള്ള ഒരു സംവിധാനമാണ് ശരീരത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് കുടലിലൂടെ താഴേക്ക് മൂലാധാരം മുതൽ നിർഗന്ധല വരെയുള്ളൊരു സ്പേസ്. നിർഗന്ധലയിൽ നമുക്ക് നിർഗന്ധല മുതൽ മൂലാധാരം വരെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇങ്ങനെ പൈപ്പിൻ്റെ ഉള്ളു പോലെ സ്പേസാണ്. ആ സ്പേസ് ഉണ്ടെന്നുള്ളതിൻ്റെ സത്യമായതുകൊണ്ടാണ് നിർഗന്ധലയിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ ചുക്കുപൊടിയോ ആയിട്ട് തിരുമ്മി കഴിഞ്ഞാൽ വേഗം നമുക്ക് തുമ്മൽ വരിക, അല്ലെങ്കിൽ ആ എണ്ണയുടെ അംശം അകത്തോടെ ഉള്ള എല്ലാ അവയവത്തിലും എത്തുക എന്നുള്ളത്. നിർഗന്ധലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം വരിക, ഇതിൻ്റെയൊക്കെ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ഈ നിർഗന്ധല മുതൽ നമ്മുടെ ഈ മൂലാധാരം വരെയുള്ള ആ സ്പേസിലൂടെ അതിൻ്റെ നട്ടലിന് തൊട്ടുപുറകിലൂടെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ആ ഞരമ്പുണ്ട്. ആ സ്പൈനൽ കോഡ് നമ്മുടെ മൂലാധാരം മുതൽ നിർഗന്ധല ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ പറയുന്ന പോലെ ദൈനംദിന ധ്യാനങ്ങളും ജപങ്ങളും നടത്തുമ്പോൾ നട്ടൽ സ്ട്രെയിറ്റ് ആവും. നട്ടൽ സ്ട്രെയിറ്റ് ആകുമ്പോൾ സ്പൈനൽ കോഡ് അതുവഴി സ്ട്രെയിറ്റ് ആവും. ഈ സ്പൈനൽ കോഡിൽ കൂടി നമ്മുടെ എനർജി ബ്രെയിനിലേക്ക് എത്തും. അങ്ങനെ മൂലാധാരത്തിൽ നിന്നുള്ള എനർജി മുകളിലേക്ക് കയറിയിട്ട് അതായത് ബ്രെയിനിലേക്ക് എത്തും. ആ ബ്രെയിനിലേക്ക് എത്തുന്ന സമയത്ത് ബ്രെയിനിൻ്റെ പ്രവർത്തനം വികസിക്കും. അങ്ങനെ ബ്രെയിൻ നല്ല ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഒരുപാട് അറിവുകൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ വരും. അപ്പോൾ ഈ ബ്രെയിനിലേക്ക് വരുന്ന അറിവ് ആണ് സരസ്വതി എന്നുള്ളത് അറിവാണ്. ആ സരസ്വതിയാണ് നമ്മുടെ ബ്രെയിൻ. ആ ബ്രെയിനിനെ സങ്കല്പിച്ചിട്ടാണ് സരസ്വതി സങ്കല്പം വരുന്നത്. അതുകൊണ്ടാണ് അറിവിൻ്റെ ദേവതയായിട്ട് സരസ്വതിനെ കൊടുക്കുന്നത്. അറിവിൻ്റെ ദേവത മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഊർജത്തിൻ്റെ പൂർണ്ണ സ്രോതസ്സ്. അവൻ്റെ അറിവ് നന്നായി കഴിഞ്ഞാൽ അവൻ്റെ പ്രവർത്തന മണ്ഡലം വികസിക്കും. അവൻ്റെ സമൂഹത്തിന് ചുറ്റുപാടുള്ള ആൾക്കാർ അവനോട് ആകർഷിക്കപ്പെടും. ഇങ്ങനെയുള്ള അവൻ ശരിക്കും സമൂഹത്തിൽ വികസിച്ചൊരു വ്യക്തിയും ഡെവലപ്മെൻറ്റ് വന്ന ഒരാളുമായിട്ട് മാറ്റപ്പെടും. അങ്ങനെ സമൂഹം അംഗീകരിക്കപ്പെടുന്നൊരു വ്യക്തിയായിട്ട് മാറ്റപ്പെടും. ഈ മാറ്റപ്പെടണമെങ്കിൽ അവൻ്റെ ധ്യാനവും ജപവും ഉള്ള ഈ സംവിധാനത്തിലൂടെ സ്ട്രെയിറ്റായിട്ട് നിവർന്നിരിക്കുമ്പോൾ ഇതിൻ്റെ കുണ്ടലിനി ഉണരുക എന്ന് പറഞ്ഞത് തന്നെ മൂലാധാരവും നിർഗന്ധലയും തമ്മിൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ വരുമ്പോഴാണ് കുണ്ടലിനി ഉണരുക എന്ന് പറയുന്നത്. കുണ്ടലിനി എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ശക്തി മൂലാധാരത്തിൽ അടിഞ്ഞെടുക്കണമെന്നുള്ളതാണ് സങ്കല്പം ഈ ഹിന്ദുവിൻ്റെ ഇതിൽ. അപ്പോൾ മൂലാധാരത്തിൽ അടിഞ്ഞെടുക്കുന്ന ആ എനർജീനെ, അത് ദൈവമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഊർജ്ജമായിട്ടോ യുക്തിയായിട്ടോ ബുദ്ധിയായിട്ടോ നിരീശ്വരവാദമായിട്ടോ ഏത് രീതിയിലും നിങ്ങൾ സങ്കല്പിച്ചാലും ശരി, അതൊരു എനർജിയാണ്. ആ എനർജി മൂലാധാരത്തിൽ നിന്ന് സ്പൈനൽ കോഡിൽ കൂടി മുകളിലേക്ക് കയറിയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ ശരീരത്തിലുള്ള പൂർണ്ണ ഭാഗങ്ങളുടെയും എനർജി ഉന്മേഷം എന്ന് പറഞ്ഞത്. ആ ഉന്മേഷം വന്ന് നേരെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ ബ്രെയിൻ ശരിക്കും ഡെവലപ്പ് ആവുക ചെയ്യുക. അതുകൊണ്ടാണ് ഈ ധ്യാനത്തിലും ജപത്തിലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കുന്നതും അവൻ്റെ സംസാരങ്ങളും ചേഞ്ച് ആവുന്നതും അത് കേൾക്കുന്നതും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ ഈ ബുദ്ധി വികാസത്തിൽ നിന്നുണ്ടായിട്ടാണ് അങ്ങനെയുള്ള സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമായിട്ട് അതിലൂടെ ഊർജം ബ്രെയിനിലേക്ക് എത്തിയിട്ടുണ്ടായ അറിവിൽ നിന്നാണ്
രത്നാകരൻ എന്ന് പറഞ്ഞ കള്ളൻ വാൽമീകി എന്ന മഹർഷിയായിട്ട് മാറിയത്. ഇത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആ വാൽമീകി ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുക. ഹിന്ദു സമൂഹത്തിന് അല്ലാതെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ രാമായണ മാസമൊക്കെ ആചരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള വിവരം ഏകദേശം നമ്മുടെ ഭാരതീയത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പോൾ ഈ ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത്രയോ ഈ ഒരു ഡെവലപ്മെൻറ്റും വികസനവും ഇല്ലാത്ത കാലഘട്ടത്ത് ആദ്യമമായിട്ടൊരു കാവ്യം എഴുതിയ വാൽമീകിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. അദ്ദേഹം വെറും ഒരു കാട്ടുകള്ളനായിരുന്ന വാൽമീകി അത്രയും വലിയ ആളായിട്ട് ഡെവലപ്മെൻറ്റ് വരാൻ കാരണം ഈ സരസ്വതിയുടെ ഉണർച്ചയാണ്. സരസ്വതി എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൽ കൂടി മുകളിലേക്ക് വരുന്ന ഊർജ്ജ സ്രോതസ്സാണ്. അത് ബ്രെയിനിലേക്കാണ് വരുന്നത്. ആ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ആ ബ്രെയിനിനെ വികസിക്കുമ്പോൾ ആ വ്യക്തി വലുതാവും. അതാണ് സരസ്വതിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകുന്ന ഗുണം. അപ്പോൾ ഇതേ രീതിയിൽ ഹിന്ദുവിൻ്റെ ധർമ്മങ്ങളിൽ ഓരോ ആചാരങ്ങളും ഹിന്ദുവിൻ്റെ എന്നല്ല ഓരോ വ്യക്തിയുടെയും ശരീരത്തിലും മനസ്സിലും അവരുടെ ജീവിതത്തിലും അത് ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ പേര് ജനദേവൻ. ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്. പൂജ, ജ്യോതിഷം ഇത് രണ്ടുമാണ് എൻ്റെ തൊഴിൽ. പൂജ എന്ന് പറഞ്ഞാൽ ഉത്തമ പൂജകൾ, ദുരിത പരിഹാരങ്ങൾ, ദോഷപരിഹാരങ്ങൾ, ബിസിനസ് തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള വിവാഹ തടസ്സങ്ങൾ ഇതൊക്കെ മാറ്റുക. ഇതൊക്കെയാണ് എൻ്റെ ജോലി. അതും സത്യസന്ധമായിട്ടും പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരിതാണ്. കാരണം ഞാൻ ദൈവത്തിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്, സമ്പത്തിനല്ല. അതുകൊണ്ട് ഞാൻ പരമാവധി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. ഓക്കെ, നമസ്കാരം.